സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. യാ കുന്ദേന്ദുതുഷാരഹാര ധവളാ യാ ശുഭ്രവസ്ത്രാവൃതാ യാ വീണാവരദണ്ഡമണ്ഡിതകരാ യാ ശ്വേതപദ്മാസനാ യാ ബ്രഹ്മാച്യുതശങ്കര പ്രഭൃതിഭിः ദേവൈ സദാ വന്ദിതാ സാ മാം പാതു സരസ്വതി ഭഗവതി നിശേഷജാഡ്യാപഹ. ആരാധ്യനായ അധ്യക്ഷൻ, വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന ബഹുമാന്യ വ്യക്തികളെ, സദസ്സിൽ ഉപവിഷ്ടരായ മാന്യ ജനങ്ങളെ, ഇന്ന് ഇവിടെ അവതരിപ്പിക്കാൻ നിയോഗിക്കപ്പെട്ട ആശയം ഇന്നത്തെ ജനാധിപത്യ വ്യവസ്ഥയിൽ ഹിന്ദുവിൻ്റെ ഭാവി എന്നതാണ്. ജനാധിപത്യം എന്നത് വളരെ വളരെ മികച്ച ആശയമാണ്. ഏകാധിപത്യത്തെക്കാൾ, സൈനിക ആധിപത്യത്തെക്കാൾ, ഏകകക്ഷി സർവാധിപത്യത്തെക്കാൾ എത്രയോ മികച്ച ഭാവാത്മകമായ ഒട്ടേറെ തലങ്ങളുള്ള ഒരു ഭരണവ്യവസ്ഥയാണ് ജനാധിപത്യം. പക്ഷേ ഈ ജനാധിപത്യം ഒരു സമൂഹത്തിൽ ഫലപ്രദമായി നിലനിൽക്കണമെങ്കിൽ ആ സമൂഹത്തിൽ പ്രധാനമായും 3 മുൻ ഉപാധികൾ, പ്രീ റിക്വസിറ്റ്സ് ഉണ്ടായിരിക്കും. ഒന്നാമത്തേത് ആ സമൂഹത്തിൻ്റെ ജൈവ ഗുണത അല്ലെങ്കിൽ ബയോളജിക്കൽ ക്വാളിറ്റി. ബയോളജിക്കൽ ക്വാളിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരോഗ്യമാണ്. മൊത്തം ലൈഫ് സ്പാനിലെ അനാരോഗ്യമില്ലാത്ത ദീർഘകാലാവസ്ഥയെയാണ് ബയോളജിക്കൽ ക്വാളിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തേത് മാനവ ഗുണത അഥവാ ഹ്യൂമൻ ക്വാളിറ്റി. സ്വന്തം ജീവിതായോധനത്തിന് വളരെ കുറച്ച് അധ്വാനം മാത്രം മതിയാവുകയും ഏറെ വിശ്രമ, വിനോദ, ചിന്ത, സൗകര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്ന കാലാവസ്ഥ. അതാണ് ഹ്യൂമൻ ക്വാളിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തേത് സുസ്ഥിരതാ ഗുണത അഥവാ ക്വാളിറ്റി ഓഫ് സ്റ്റെബിലിറ്റി. ഏറ്റവും കുറച്ച് പ്രകൃതി വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിലനിൽപ്പിന് ഭീഷണിയില്ലാത്ത അവസ്ഥയിൽ മറ്റ് 2 ക്വാളിറ്റികളും പുലരുന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷം. ഇങ്ങനെ ഈ 3 ഗുണങ്ങളും പരമാവധി ചേർന്ന ഒരു സമൂഹത്തിൽ മാത്രമേ ആദർശാത്മകമായ ഒരു ജനാധിപത്യ വ്യവസ്ഥ നിലനിൽക്കുകയുള്ളൂ എന്നതാണ് പരമാർത്ഥം. ഈ 3 ക്വാളിറ്റികളും നമ്മളുടെ ഈ ഭാരതത്തില്, പൗരാണികമായ ഭാരതത്തില് ഏറെക്കുറെ പുലർന്നിരുന്ന കാലത്ത് ഇവിടെ വളരെ ഭാവാത്മകമായൊരു ജനാധിപത്യം നിലനിന്നിരുന്നു. ഇന്നത്തെ ജനാധിപത്യ അളവുകോലും ഉപയോഗിച്ച് അളന്നാൽ അത് ജനാധിപത്യമാണ് എന്ന് പറയാൻ സാധിക്കുമോ എന്നത് സംശയമാണ്. പക്ഷേ അളവുകോലൊന്ന് മാറ്റിവെച്ച് ജനഹിതം പുലരുന്ന, ജനങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കുന്ന, ജനങ്ങൾക്ക് പ്രഥമ പരിഗണന നൽകുന്ന ഭരണവ്യവസ്ഥ നിലനിന്നിരുന്നുവോ എന്നാണെങ്കിൽ അത് നിലനിന്നിരുന്നു എന്ന് പറയാൻ പറ്റും.
ഇന്നും നമ്മളുടെ നാട്ടില് നമ്മൾ പറയാറുണ്ട് 4 ആള് കേട്ടാൽ ക്ഷതം വേണം നമ്മളുടെ നടപടികൾക്ക്. 4 പേരറിഞ്ഞാൽ നന്ന് എന്ന് പറയാൻ സാധിക്കണം. അതേപോലെ ഒരു കല്യാണത്തിന് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിന് പോകുമ്പം ഗുരുകാരണവന്മാരെ നമസ്കരിച്ച് ആശിസ് വാങ്ങുന്ന ഒരു പരിപാടിയുണ്ട്. ഇന്നും അത് അന്യം നിന്ന് പോയിട്ടൊന്നുമില്ല. ഇതിന്റെ ഉള്ളിലൊക്കെ ഒരു ജനാധിപത്യ അംശം, സത്ത നമുക്ക് കാണാൻ സാധിക്കും. 4 ആൾ അറിഞ്ഞാൽ ക്ഷതം വേണമെന്ന് പറഞ്ഞാൽ എന്റെ പ്രവൃത്തികള് 4 ആളുകളുടെ സമ്മതത്തിന് പാത്രീഭൂതമാവണം. എന്റെ നീക്കങ്ങള് എന്റെ ഗുരുകാരണവന്മാരും ബന്ധുക്കളും ആയ ആളുകൾക്ക് സമ്മതമായതായിരിക്കണം. ഇങ്ങനെ ഓരോരുത്തരും ചിന്തിക്കുമ്പോൾ അവിടെ മറ്റുള്ളവരുടെ ആധിപത്യമുണ്ട്. ജനങ്ങളുടെ ആധിപത്യത്തിന് വിധേയമായിട്ടാണ് കുടുംബത്തിലായാലും സമൂഹത്തിലായാലും ഒരു വ്യക്തി ജീവിക്കുന്നത്, പ്രവർത്തിക്കുന്നത്, വളരുന്നത്. അതേമാതിരി പഴയകാല പഞ്ചായത്ത് രാജുകൾ ഉണ്ടായിരുന്നു. അതിലേക്കൊന്നും ഞാൻ ദീർഘനേരം കടന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ആ തരത്തിൽ ഇന്ത്യക്ക്, ഭാരതത്തിന് ഭാരതത്തിൻ്റെതായ ഒരു ജനാധിപത്യ മൂല്യം, ജനാധിപത്യ സങ്കല്പം, ജനാധിപത്യ വ്യവസ്ഥ കുടുംബത്തിലായാലും ഗ്രാമത്തിലായാലും പഞ്ചായത്തിലായാലും രാജ്യത്തിലായാലും ഉണ്ടായിരുന്നു. ശ്രീരാമൻ സീതയെ പരിത്യജിച്ചത് അതിന് കാരണമായി പറഞ്ഞത് ഒരലക്കുകാരന്റെ വീട്ടിലെ രഹസ്യ സംഭാഷണമാണ്. സീതയുടെ പാതിവൃത്യത്തെ സംബന്ധിച്ച് ഒരു ആൾക്ക്, ഒരു പ്രജയ്ക്ക് ഉണ്ടായ ഒരു സംശയം, അതും പരസ്യമായി ഉന്നയിക്കപ്പെട്ട സംശയമല്ല, രഹസ്യമായി സ്വന്തം വീട്ടിൽ പറഞ്ഞ ഒരു കാര്യം മണത്തറിഞ്ഞ് അദ്ദേഹം സീതയെ ഉപേക്ഷിച്ചു എന്ന് പറയപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ കേവലനായ ഒരു പൗരന്റെ വിയോജിപ്പിന് പോലും മുഖവല കൊടുത്ത ഒരു സമ്പ്രദായം രാജ്യഭരണത്തിന്റെ കാലത്തും ഉണ്ടായിരുന്നു. വേണമെങ്കിൽ ശ്രീരാമന് ആ പ്രജയെ വിളിച്ചു കൊണ്ടുവന്ന് തലവെട്ടാമായിരുന്നു, അയാളെ ശിക്ഷിക്കാമായിരുന്നു, അയാളെ നാടുകടത്താമായിരുന്നു, അയാളെ തൂക്കിലേറ്റാമായിരുന്നു. അയാളോട് ശബ്ദിക്കാതെ മേലിൽ ഇത് പറയാതെ ഇരിക്കണമെന്നെങ്കിലും പറയാമായിരുന്നു. അത് പറയാതെ ആ ഒരു വ്യക്തിക്ക് പോലും ഒരു എതിരഭിപ്രായം തന്നെ പറ്റിയോ തന്റെ കുടുംബാംഗങ്ങളെ പറ്റിയോ ഉണ്ടായിക്കൂടാ എന്ന് കരുതിയ ഒരു മഹത്തായ മനോഭാവം ജനാധിപത്യപരം അല്ലെങ്കിൽ പിന്നെ എന്ത് തരത്തിലുള്ളതാണ്? അതേപോലെ മഹാഭാരത രാജവംശത്തിലെ അവസാനത്തെ രാജാവ് അഗ്നിവർണ്ണൻ ജനഹിതം പാലിക്കാതെ ഭോഗാസക്തനായി ജീവിച്ച സന്ദർഭത്തില് ജനങ്ങൾ സങ്കടം പറയാൻ വന്നപ്പോൾ മുഖം കാണിക്കാതെ കാലുകൾ കാണിച്ചു കൊടുത്ത സന്ദർഭത്തില് കൊട്ടാരം കയ്യേറി അഗ്നിവർണ്ണനെ പിടിച്ച് പുറത്താക്കി ഈ സംഭവം രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ജനങ്ങളുടെ ശക്തി ഉപയോഗപ്പെട്ട സന്ദർഭങ്ങൾ ഉണ്ടായിരുന്നു. ജനഹിതം മാനിക്കപ്പെട്ട കാലാവസ്ഥ പുലർന്നിരുന്നു. ഇങ്ങനെയുള്ളൊരു ഭാരതീയമായ ജനാധിപത്യ ജീവിതക്രമം ഈ രാജ്യത്തുണ്ടായിരുന്നു. പക്ഷേ അത് പഴയകാലത്തെ ജനാധിപത്യത്തിന്റെ കഥയാണ്. ഇന്നത്തെ സ്ഥിതി എന്താണ്? ഇന്ന് നിലനിൽക്കുന്ന നവീന ജനാധിപത്യത്തിന്റെ സ്ഥിതി മറ്റൊന്നാണ്. ഈ നവീന ജനാധിപത്യം അങ്കുരിച്ചത് ബ്രിട്ടനിലാണ് എന്ന് പറയപ്പെടുന്നു. ജനാധിപത്യത്തിന്റെ കളിത്തൊട്ടിൽ എന്നാണ് ബ്രിട്ടനെ പറ്റി പറയാറുള്ളത്. ബ്രിട്ടൻ ജനാധിപത്യം കളിക്കാൻ തുടങ്ങിയത് എങ്ങനെയാണ്? ജനാധിപത്യം പരീക്ഷിക്കപ്പെട്ട ബ്രിട്ടൻ അന്ന് സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ കേന്ദ്രബിന്ദുവായിരുന്നു. കോളനി കാഴ്ച, ബ്രിട്ടീഷ് കോളനികള് ലോകത്താകമാനമുണ്ടായിരുന്നു. ആ കോളനികളിൽ എവിടെയെങ്കിലുമൊക്കെ സൂര്യൻ എല്ലാ നേരവും ഉദിച്ചുകൊണ്ടിരുന്നതിന്റെ പേരിലാണ് സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യം എന്ന് പറഞ്ഞിരുന്നത്. ഈ കോളനികൾ എന്തിനാണ് ബ്രിട്ടൻ വെച്ചു പുലർത്തിയിരുന്നത്? ബ്രിട്ടൻ കോളനികൾ വെച്ചു പുലർത്തിയത് ചൂഷണം ചെയ്യുവാൻ. ഇന്നലെ ശ്രീ ഗിരീഷ് കുമാർ ഇവിടെ പറഞ്ഞതുപോലെ സ്വർണവും രത്നങ്ങളും അമൂല്യമായ വസ്തുക്കളും ബ്രിട്ടനിലേക്ക് കോളനികളിൽ നിന്ന്, ഇന്ത്യയടക്കമുള്ള രാജ്യങ്ങളിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയി ബ്രിട്ടനെ സമ്പന്നമാക്കാൻ, ആ സമ്പത്ത് ഉപയോഗിച്ച് ബ്രിട്ടീഷ് പൗരന്മാർക്ക് ഇളവുകളും സൗകര്യങ്ങളും സൗജന്യങ്ങളും നൽകാൻ, അങ്ങനെ ബ്രിട്ടീഷ് ജനതയെ പോഷിപ്പിക്കാനും പ്രീണിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും രസിപ്പിക്കാനും വേണ്ടി ലോകത്താകമാനം ചൂഷണം ചെയ്ത്
കൊള്ള ചെയ്ത് സ്വത്ത് കൊണ്ടുവരുന്ന പരിപാടിയാണ് ബ്രിട്ടീഷ് കോളനി വാഴ്ച കാലത്ത് ബ്രിട്ടൻ നടത്തിക്കൊണ്ടിരുന്നത്. ആ കാലം പോയി. രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം കോളനികൾ കൊണ്ടു നടക്കാൻ പ്രയാസമായ ഒരു ഘട്ടത്തില് ഇന്ത്യയടക്കമുള്ള ബ്രിട്ടീഷ് കോളനികൾക്ക് ഓരോന്നിനായി സ്വാതന്ത്ര്യം കിട്ടി. അതിനുശേഷം ബ്രിട്ടൻ എന്ത് ചെയ്തു? ബ്രിട്ടന്റെ ജനാധിപത്യം പിന്നെ കളിക്കാൻ തുടങ്ങിയത് അമേരിക്കയോട് ചാരി നിന്നുകൊണ്ടാണ്. അമേരിക്കൻ സാമ്രാജ്യത്വത്തിനോട് ചാരി നിന്നുകൊണ്ട് അവരുടെ രണ്ടാം നിര രാജ്യമായി വർത്തിച്ചുകൊണ്ട് ഇന്നും ബ്രിട്ടൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ബ്രിട്ടന് നേരിട്ടുള്ള ചൂഷണത്തിനുള്ള സാധ്യത കുറഞ്ഞു. അമേരിക്കൻ ജനാധിപത്യത്തിന്റെ സ്ഥിതി എന്താണ്? അമേരിക്കയിലെ ജനങ്ങളെ പ്രീണിപ്പിക്കാൻ വേണ്ടി, അമേരിക്കയിലെ ജനങ്ങൾക്ക് സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി, അമേരിക്കയിലെ ജനങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ വേണ്ടി, അവരുടെ ഭൗതികമായ സമൃദ്ധിക്ക് വേണ്ടി സാമ്രാജ്യത്വത്തിന്റെ തേറ്റ കാണിച്ച് പല രാജ്യങ്ങളിലും ചൂഷണം ചെയ്ത് യുദ്ധങ്ങൾ നടത്തി, അധിനിവേശം ചെയ്ത് അവിടെ നിന്നും ചൂഷണം നടത്തി സമ്പത്ത് കൊണ്ടുവന്നിട്ടാണ് അങ്ങനെ സാമ്രാജ്യത്വ ചൂഷണത്തിൽ കൂടിയാണ് അമേരിക്ക ജനാധിപത്യം പുലർത്തിക്കൊണ്ടിരിക്കുന്നത്. സദ്ദാം ഹുസൈന്റെ മാറിലേക്ക് കയറിയതും അമേരിക്കയുടെ ആഭ്യന്തര സമൃദ്ധിക്ക് ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. അങ്ങനെ സാമ്രാജ്യത്വ ചൂഷണങ്ങളിലൂടെ അമേരിക്കൻ ജനതയെ പ്രീണിപ്പിച്ച് ജനാധിപത്യം പുലർത്തുന്നു. ബ്രിട്ടീഷുകാർ പണ്ട് കോളനികളിലൂടെ ചൂഷണം നടത്തി ബ്രിട്ടീഷ് ജനാധിപത്യം പുലർത്തിയിരുന്നു. ആ ബ്രിട്ടീഷ് മാതൃകയാണ് ഇന്ത്യയില് നമ്മൾ പുലർത്താൻ ആരംഭിച്ചിരിക്കുന്നത്. ഇതേ ഒരു വ്യവസ്ഥയുള്ളൂ എന്നാണ് നമ്മളുടെ ധാരണ. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ്, ബ്രിട്ടീഷ് മാതൃകയാണ് നമ്മളുടെ മുമ്പിലുള്ളത്. മറിച്ചൊരു മാതൃകയെ പറ്റി ചിന്തിച്ചാൽ അയ്യോ എന്തൊരു ബഹളമാണ്. പണ്ട് BJP ഭരണകാലത്ത് LK അദ്വാനി മറിച്ചൊരു ജനാധിപത്യ സംവിധാനത്തിനെ സംബന്ധിച്ച് നമ്മൾക്കൊരു ചർച്ചയാവാം എന്ന് പറഞ്ഞതിന്റെ പേരിലുണ്ടായ പുകിലുകള് നമ്മൾക്ക് മറന്നു പോവാറായിട്ടില്ല. ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യക്ക് കോളനികളില്ല, ഇന്ത്യക്ക് സാമ്രാജ്യത്വ സ്വഭാവമില്ല, ഇന്ത്യക്ക് ഇന്ത്യൻ ജനതയെ സംരക്ഷിക്കാനും പ്രീണിപ്പിക്കാനും സൗകര്യങ്ങൾ ജനതയ്ക്ക് ഒരുക്കി കൊടുക്കാനും പുറമേ നിന്ന് വിഭവങ്ങൾ അകത്തേക്ക് കൊണ്ടുവരുവാനുള്ള വ്യവസ്ഥയില്ല. ഈ വ്യവസ്ഥയില്ലാത്ത സാഹചര്യത്തിലാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ശില്പികളായും നടത്തിപ്പുകാരായും വന്ന ആളുകൾ പുതിയൊരു ടെക്നിക്ക് കണ്ടുപിടിച്ചത്. ആ ടെക്നിക്കിന്റെ ദുര്യോഗമാണ് ഇന്ന് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. സാധാരണ നിലയിൽ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷത്തിന്റെ അഭിലാഷം ഭരണരംഗത്ത് പ്രതിഫലിപ്പിക്കുക, അതിനനുസരിച്ച് ഭരണം ചിട്ടപ്പെടുത്തുക എന്നതാണ്. പക്ഷെ ഇന്ത്യയിൽ നേരെ തിരിച്ചാണ്. ഇന്ത്യയിൽ വോട്ട് ബാങ്കുകൾ സ്വന്തം